പ്രണയം കൊണ്ട് വിരഹം കൊണ്ട് കണ്ണ് നനഞ്ഞ്, പ്രണയം കൊണ്ട് വിരഹം കൊണ്ട് കാത് കത്തി, മനസ്സിൻ്റെ പൂക്കൾ വിരിയിക്കുകയും മനസ്സിൽ പൂക്കൾ അടിച്ച് തുടയ്ക്കപ്പെടുകയും പൂവ് വിരിഞ്ഞ വസന്തകാലത്തിൽ തന്നെ ഇടിമിന്നൽ കൊണ്ട് അതിനെ ചങ്ങലക്കിടുകയും ചെയ്ത ഒരു പ്രണയത്തിൻ്റെ പാട്ടാണ്. പ്രണയ സരോവരതീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം, പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രകാശപുഷ്പമായി വിടർന്നു എൻ്റെ വികാരമണ്ഡലത്തിൽ പടർന്നു. ഒരു പ്രണയം മുട്ടിടുകയും അത് തളിർക്കുകയും അതൊരു തെന്മാവിൽ പടരുകയും അത് പൂക്കുകയും കായാവുകയും കരിഞ്ഞു പോവുകയും ചെയ്യുന്ന നാലാപ്പാടൻ്റെ പ്രണയസങ്കല്പത്തോട് ഒരു കണ്ണുനീർത്തുള്ളിയുടെ വിരഹത്തോട് വ്യഥയോട് സംവദിക്കുകയും ചെയ്യുന്ന സിനിമാ പാട്ടുകാരനും സാധാരണക്കാരനും ഉള്ളതാണ്. അവിടെയാണ് ബിച്ചുവേട്ടൻ്റെ ഏറ്റവും വലിയ അത്ഭുത സിദ്ധി. എൻ്റെ സുഹൃത്ത് ഷിബു ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഷിബു ചക്രവർത്തി, വലിയ കവികൾ സിനിമയ്ക്ക് പാട്ടെഴുതുമ്പോൾ അവരുടെ കവിതയോട് സിറ്റുവേഷൻ അവർ പിടിച്ചെടുക്കുകയാണ്. കാന്തം ലോഹത്തെ ആഗിരണം ചെയ്യും പോലെ. ഒരിക്കലും സിനിമാ പാട്ട് അങ്ങനെ ആവാൻ പാടില്ല. വേദാന്തി പാടുമ്പോൾ വേദാന്തം എഴുതുകയും വിഡ്ഢി പാടുമ്പോൾ വിഡ്ഢിയുടെ ഹൃദയം സംവദിക്കുകയും വേണം. ആ കാര്യത്തിലാണ് എൻ്റെ യൂണിവേഴ്സിറ്റി ബിച്ചുവേട്ടനാണ്, ബിച്ചു തിരുമലയാണ്. വഷളൻ പാടുമ്പോൾ ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ മാതിരി കുതിരവട്ടം പപ്പു എന്ന മഹാനടൻ എന്നുള്ള മാറ്റി എഴുതിയ ആ കഥാപാത്രം ഒരു കുരങ്ങനെയായിട്ട് പുറത്തിറങ്ങിയപ്പോൾ കാട് വിട്ട് നാട് കയറി കൂട് വിട്ട് കൂട് മാറി കുരങ്ങൻ മനുഷ്യനായി എന്ന് എഴുതുമ്പോൾ അവിടെ തിയറി ഓഫ് എവല്യൂഷൻ ഡാർവിനെ തൊട്ടിട്ട് എൻ്റെ വീട്ടിലുള്ള നാരായണൻ നായർക്ക് ഡാർവിനെ അറിഞ്ഞൂടാ. പക്ഷേ അയാൾക്ക് എന്താ മനസ്സിലായി, മനുഷ്യൻ കുരങ്ങനിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായെന്നുള്ള കേവലൊരു അവബോധം പാട്ടിലൂടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ക്യാപ്സ്യൂൾ ചിന്തകളാണ്. അത് വയലാറും പ്രയോഗിച്ചിട്ടുണ്ട്. ആയുർവേദം, അങ്ങാടി മരുന്നുകൾ ഞാൻ ചൊല്ലിത്തരാം ഓരോന്നായി. എന്ത് ചരകനായിട്ടാ ശുശ്രുതനായിട്ടാ അല്ല. അപ്പോൾ നാട്ടുകാരൻ അങ്ങാടി മരുന്ന് എന്താണെന്ന് അറിയാൻ 64 ശിലാഫലകങ്ങളിലെ 64 മരക്കള്ളികളിലെ 64 ഹൃദയത്തുടിപ്പിലെ 64 കലയുടെ ഔഷധം അമുക്കുരം എരിക്ക് അത് പറയുന്നു. അപ്പോൾ സിനിമയിൽ വരുന്ന കഥാപാത്രങ്ങൾ, സിനിമയിൽ വരുന്ന പശ്ചാത്തലം, സിനിമയിൽ വരുന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ അന്തരീക്ഷം പുനർവ്യാഖ്യാനം ചെയ്യുക, അല്ലെങ്കിൽ 4.5 മിനിറ്റ് കൊണ്ട് പുനർവ്യാഖ്യാനം ചെയ്തു കൊടുക്കുക. അതും മറ്റുള്ളവൻ്റെ സംഗീതത്തിൻ്റെ ചട്ടക്കൂടിൽ ചെയ്തു കൊടുക്കുന്ന സൂത്രം, അതൊരു വല്ലാത്ത സൂത്രമാണ്. അത് മെയ് വഴക്കമാണത്.